ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോണ വൈറ്റ് സാരീസ് ആണ്. വൈറ്റിന്റെ ഡിഫറെന്റ് മെറ്റീരിയൽ സാരീസ് ആണ്. ഓർഗൻസി ഉണ്ട്, അതുപോലെ തന്നെ ചെക്ക് കോട്ടൺ ഓർഗൻസി മെറ്റീരിയൽസ് ഉണ്ട്. എല്ലാം തന്നെ റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ തന്നെ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഈ സാരീസ് ഞാൻ പറഞ്ഞു, ചെക്ക് കോട്ട ഓർഗൻസിയാണ് നമ്മളിത് കാണുന്നത്. അതിൻ്റെയൊക്കെ വേറെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വേണമെങ്കിൽ അതായാലും, അതുപോലെ തന്നെ ഇത് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് വിത്ത് ബ്ലൗസ് പീസ് അല്ല. ഇപ്പോൾ വിത്ത് ബ്ലൗസ് പീസ് വേണമെങ്കിൽ ഓർഗൻറ്റി മെറ്റീരിയൽസ് തന്നെ ബ്ലൗസ് പീസ് വേണമെങ്കിൽ അതാണെങ്കിലും പറയുവാണെങ്കിൽ കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം. താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെസ്സേജ് ചെയ്യുക, താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട്. ആദ്യത്തെ നമ്മുടെ ഒരു വൈറ്റ് ചെക്കോട്ടയാണ്. അതിൻ്റെ അകത്ത് ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്ത ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഫ്ലവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് സാറ്റൻ സ്റ്റിച്ചുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് 6 strands ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലോണം പ്രൊജക്റ്റ് എടുത്ത് നിൽക്കുന്ന ഒരു വർക്കാണ്. നടുക്ക് ഹാഫ് ബീഡുമാണ് വെച്ചിരിക്കുന്നത്. ഫുൾ സർക്കിളായിട്ടുള്ളതല്ല, ഹാഫായിട്ടുള്ള ബീഡാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു വശത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഈ സെയിം ഡിസൈൻ തന്നെ, ഫുൾ ലെങ്ത് ഡിസൈൻ തന്നെയാണ് നമ്മൾ റണ്ണിങ് പോർഷനിലും തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിലും ഇതുപോലെ തന്നെ 2 ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ 2 ഡിസൈൻ അടുപ്പിച്ച് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഒന്നും വിടാണ്ട് തന്നെയാണ് അടുത്ത ഡിസൈൻ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതിന് അത്യാവശ്യം ലെങ്ത് ഉള്ള ഡിസൈനുമാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഇതുപോലെയായിരിക്കും ആ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. അടുപ്പിച്ച് 2 ഡിസൈൻ. ഇതിൻ്റെ അകത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് ഇടുന്നതായിരിക്കും വെള്ള ഇടുന്നേക്കാളും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ റെഡിഷ് കളറോ പിങ്കോ വൈറ്റ് ഇട്ടാലും കുഴപ്പമില്ല, എന്നാലും വൈറ്റ് ഇടുവാണെങ്കിൽ ചെക്കോട്ടയുടെ തന്നെ വൈറ്റ് ബ്ലൗസ് പീസ് ഇടുവായിരിക്കും നല്ലത്. ഷോൾഡർ പ്ലീറ്റിൽ 2 ഡിസൈൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ നമ്മുടെ സാരിയുടെ ബാക്കായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഡിസൈൻ, ഫുൾ ഡിസൈൻ അല്ല, ഒരു 6 ഫ്ലവറുള്ള പാറ്റേൺ ആണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ റൗണ്ടിലായിട്ട് ഒരു ഡിസൈൻ തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലോട്ട് വരുന്ന പോർഷനിലും ഉണ്ട്, താഴെ പ്ലീറ്റ്സിൻ്റെ അവിടെ ആയിട്ടും നമുക്ക് ഡിസൈൻ വരുന്നുണ്ട്. ഇതുപോലെ ഒരു ഡിസൈൻ പ്ലീറ്റ്സിൻ്റെ ആ ഒരു പോർഷനിൽ വരുന്നുണ്ട്, ഇതുപോലത്തെ തന്നെ ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് പ്ലീറ്റ്സിൻ്റെ ഇടയിൽ വീണ്ടും ഡിസൈൻ വരുന്നുണ്ട്. മൊത്തത്തിൽ ഇങ്ങനത്തെ ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഡിസൈൻ വരുന്നുണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ വീണ്ടും ഡിസൈൻ വരുന്നുണ്ട്. അപ്പം ഇതുപോലത്തെ 5 ഡിസൈനാണ് ഉള്ളത്. 2 ബാക്കിലായിട്ട് വരും. ബാക്കിലും പിന്നെ ആ താഴത്തോട്ട് പ്ലീറ്റ്സിനും കഴിയുമ്പോൾ ഉടനെയുള്ള ആ ഒരു പോർഷനിൽ ഡിസൈൻ വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഇടയിൽ ഡിസൈൻ വരുന്നുണ്ട് 2. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഡിസൈൻ വരുന്നുണ്ട്. മൊത്തത്തിൽ 5 ഡിസൈനാണ് ഇങ്ങനത്തെ കുഞ്ഞിതുള്ളത്. വലിയ ഡിസൈൻ പറയുവാണെങ്കിൽ 4 ഉള്ളത്. 2 ഷോൾഡർ പ്ലീറ്റിലും 1 മുന്താണിയിലും പിന്നെ 1 റണ്ണിങ് പോർഷനിലുമാണ്. അങ്ങനെ 5 ഡിസൈനാണ് വലുത് വരുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2100 2100 ആണ് ഇതിൻ്റെ റേറ്റ്. നല്ല ഫിനിഷിങ്ങോടെ തയ്ച്ചിരിക്കുന്ന സാറ്റിൻ സ്റ്റിച്ച് ആണെങ്കിലും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ആണെങ്കിലും എല്ലാം നല്ല ഫിനിഷോടെ തയ്ച്ച് വന്നിരിക്കുന്ന സാരിയാണ്. അടുത്തതൊരു ഓഫ് വൈറ്റ് ഓർഗൻസ സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഫിക്സഡ് ലേസി ഡേസിയാണ് തയ്ച്ചിരിക്കുന്നത്. ഫിക്സഡ് ലേസി ഡേസി എന്ന് പറഞ്ഞാൽ ലേസി ഡേസി തന്നെ തയ്ച്ചിട്ട് 2 സൈഡിലും തയ്ച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്, സ്ട്രെയിറ്റ് സ്റ്റിച്ച് തയ്ച്ചേക്കുന്നതാണ് ഫിക്സഡ് ലേസി ഡേസി എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കളർ കാണുന്നില്ല. ഇപ്പോൾ കാണുന്ന കളറാണ് ഓഫ് വൈറ്റിൻ്റെ അകത്ത് പീച്ച് കളർ ത്രെഡും നടുക്ക് ഷുഗർ ബീഡുമാണ് വെച്ചിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേസിയാണ് തയ്ച്ചിരിക്കുന്നത്. ലൈറ്റ് ഒലീവ് ഗ്രീൻ ത്രെഡും കൊണ്ടാണ് ലീവ്സും സ്റ്റെംസും തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു വശത്തുണ്ട്, മുന്താണിയുടെ മറുവശത്തും ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ നമ്മൾ സിംഗിൾ ഫ്ലവറാണ് തയ്ച്ചിരിക്കുന്നത്. സിംഗിൾ അല്ല, 2 കുഞ്ഞു ഫ്ലവർ പാറ്റേൺ ആണ് റണ്ണിങ് പോർഷനിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലേറ്റ് ഇതുപോലെയാണ് വരുന്നത്. ഒരു വലുത് കുഞ്ഞത്, പിന്നെ വലുത് അങ്ങനെയാണ് തയ്ച്ചിരിക്കുന്നത്. 3 വലുതും 2 കുഞ്ഞതുമാണ് നമ്മൾ ഷോൾഡർ പ്ലേറ്റിൽ തയ്ച്ചിരിക്കുന്നത്. പീച്ച് കളർ ബ്ലൗസ് പീസ് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ പ്യുവർ വൈറ്റിൻ്റെ ഓഫ് വൈറ്റിൻ്റെ ബ്ലൗസ് പീസ് എടുക്കണം. അതിലും നല്ലത് എനിക്ക് തോന്നുന്നത് പീച്ച് ആയിരിക്കും. എന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള വർക്കാണ്. കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസും കൂടി ഇട്ടാൽ കുറച്ചുകൂടെ ഭംഗി തോന്നും.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുണ്ട്. ഇത് സോഫ്റ്റ് ഓർഗൻസിയാണ്, ഭയങ്കര ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്പെറൻസി, ഇതായിരിക്കും ട്രാൻസ്പെറൻസി. ഞെറിഞ്ഞുടുക്കുമ്പോൾ ഇപ്പോൾ രണ്ട് വട്ടം ഇതുപോലെ വരുമ്പോൾ ഇതായിരിക്കും, ഞെറിഞ്ഞുടുക്കുമ്പോൾ ട്രാൻസ്പെറൻസി വരുന്നത് ഇതായിരിക്കും, ഇത്രയേ ഉണ്ടാവുള്ളൂ ട്രാൻസ്പെറൻസി. അപ്പോൾ ഇതിൻ്റെ കാലിൻ്റെ പോർഷനിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് സ്റ്റാൻഡിങ് പൊസിഷനിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1850 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തതൊരു വൈറ്റ് ഓർഗൻഡി സാരിയിൽ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. 3 ഇതുപോലത്തെ ഫ്ലവർ പാറ്റേൺസ് ആണ് മുന്താണിയുടെ ഒരു വശത്ത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒത്തിരി തെറിച്ച് കാണുന്ന കളർ കോമ്പിനേഷൻ അല്ല, ലൈറ്റായിട്ടുള്ള യെല്ലോയും അതുപോലെ തന്നെ ഒലീവ് ഗ്രീനുമാണ് ത്രെഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ വൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു വശത്തുണ്ട്. മറുവശത്ത് ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മുന്താണിയുടെ മറുവശത്ത് ഒരു ഫ്ലവറാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പം മുന്താണിയുടെ കാണുന്ന പോർഷനിൽ 3 ഡിസൈനും മറുവശത്ത് ഒരു ഡിസൈനുമാണ് ഉള്ളത്. പിന്നെ വന്നിട്ട് ഷോൾഡർ പ്ലീറ്റിലുള്ള റണ്ണിങ് പോർഷനിലില്ല. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് ഉള്ളത്. ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് അടുത്ത ഡിസൈൻ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ 2 ഡിസൈനുണ്ട്. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇത്രയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 2000 റുപ്പീസാണ്. അപ്പം നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ സാരിക്ക് ഇത്രയും വർക്ക് ഉണ്ടായിട്ട് 2000 റുപ്പീസ്, ഇതിനെന്തായിട്ട് കുറച്ച് വർക്കേ ഉള്ളൂ, അതിന് 2000 റുപ്പീസ് എന്താണെന്ന് ഓർക്കും. ഒന്ന്, വർക്കിൻ്റെ കോസ്റ്റ് കൂടുതലാണ്, ഷാഡോ വർക്കാണ്, റേറ്റ് കൂടുതലാണ്, സമയമെടുത്ത് തയ്ക്കുന്നതാണ്. 2, മെറ്റീരിയൽ കോസ്റ്റ്, ഓർഗൻഡിയുടെ മെറ്റീരിയൽ കോസ്റ്റും കൂടുതലാണ് കമ്പയർ ടു ചെക്ക് കോട്ട അല്ലെങ്കിൽ ഓർഗൻസ വെച്ച് നോക്കുമ്പോൾ ഓർഗൻഡിക്കാണ് വില കൂടുതൽ. ഇതുകൊണ്ടാണ് ഇതിൻ്റെ കോസ്റ്റ് കൂടി വരുന്നത്. അടുത്തതൊരു വൈറ്റ് ഓർഗൻഡി സാരിയിൽ വീണ്ടും ഷാഡോ വർക്കും സാറ്റിൻ സ്റ്റിച്ചും ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇതൊരു മാംഗോ ഡിസൈനാണ്. ഒരു ഓഷ്യൻ ബ്ലൂ കളർ, ഡാർക്ക് ഓഷ്യൻ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ സീ ഗ്രീൻ എന്ന് പറയുന്ന ആ ഒരു കളർ യൂസ് ചെയ്തിട്ടാണ് ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു മാംഗോ ഡിസൈൻ മുന്താണിയുടെ ഒരു വശത്തുണ്ട്. മുന്താണിയുടെ നടുക്ക് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു മാംഗോ ഡിസൈൻ ഉണ്ട്. അതുപോലെ തന്നെ മുന്താണിയുടെ മറുവശത്തും ഇതുപോലെ തന്നെ ഒരു മാംഗോ ഡിസൈൻ ഉണ്ട്. 3 ഡിസൈനാണ് മുന്താണിയിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ 2 എണ്ണമാണ് തയ്ച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഒരെണ്ണം തയ്ച്ചു കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് രണ്ടാമത്തെ ഒരു റണ്ണിങ് പോർഷനിൽ 2 ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 5 ഡിസൈനാണ് വന്നിരിക്കുന്നത്. പർട്ടിക്കുലർ ഗ്യാപ്പ് വിട്ടിട്ട് 5 ഡിസൈൻസാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് താഴെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഇതുപോലത്തെ ഒരേ ഡിസൈൻ ഉണ്ട്. ബോട്ടം പോർഷനിൽ വരുന്ന ഡിസൈനാണിത്. ഒന്ന് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനും ഒന്ന് ലെഫ്റ്റ് ലെഗ് ബോട്ടം പോർഷനും ആണ് ഇത് വരുന്നത്. ഇത് മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് 12 ഡിസൈനാണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. ഇതുപോലത്തെ 12 ഡിസൈനാണ് ഉള്ളത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 2000 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. ഇന്നത്തെ 4 സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പല മെറ്റീരിയലാണല്ലോ കണ്ടത്. ഇനി ഇതുപോലെ തന്നെ വേറെ മെറ്റീരിയൽസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.